നമസ്കാരം. വീട്ടിലുള്ളത് നമ്മൾ കുറേ നാളായി നമ്മുടെ സ്കൂട്ടർ എടുത്തിട്ട് ഒരു റൈഡ് പോയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുകളിൽ തന്നെയായി. കാരണം കൂടുതലും ഞങ്ങൾ ട്രെയിനിലാണല്ലോ യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇന്നൊരു റൈഡ് തന്നെ പോയേക്കാന്ന് കരുതി ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലം നർക്കലക്കാടാണ് വരുന്നത്. അപ്പം വെള്ളരിക്കുണ്ട്, ബളാല്, പാണത്തൂര്, ഭാഗമണ്ഡല വഴിയാണ് നമ്മൾ തലക്കാവിലേക്ക് പോകുന്നത്. സമയം ഇപ്പം 8:30 പതുക്കെ പോകും. എന്തായാലും നല്ല രീതിയിലുള്ള മഴയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയേ. ഇതൊരു ഫോറസ്റ്റ് ആണ്, കേരള വനം വന്യജീവി വകുപ്പ് പ്ലാച്ചിക്കര. അതായത് നമ്മളുണ്ടല്ലോ വീട്ടിൽ നിന്ന് കോട്ട് നിട്ട് ഇറങ്ങിയില്ലെങ്കിൽ എന്ത് വരും? നല്ല മഴയായിരിക്കും. കാരണം കോട്ട് എടുക്കാതെ നമ്മൾ ഏത് സ്ഥലത്തേക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ മൊത്തം മഴയായിരിക്കും. ബസ് സ്റ്റോപ്പിലൊക്കെ കയറി നിൽക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ കോട്ട് എടുത്താലോ മഴയുണ്ടാവില്ല. ഇപ്പം നല്ല തെളിഞ്ഞ ആകാശമാണ്. എന്തായാലും മഴ പെയ്യും. കാരണം നമ്മൾ ആ ഒരു കർണാടക ബോർഡറിൻ്റെ ഭാഗത്തിലെത്തുമ്പോൾ മഴ എന്തായാലും കിട്ടും. സമയം കളയേണ്ട പോയേക്കാം അല്ലേ. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നായ വെള്ളരിക്കുണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താലൂക്കിൻ്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ശരിക്കും പാണത്തൂരിലേക്ക് 42 കിലോമീറ്ററാണ് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്തത് ബളാല്, അതിന് ശേഷം കള്ളാറ്, അങ്ങനെയാണ് നമ്മുടെ റൂട്ട് വരുന്നത്. നമ്മളിപ്പോൾ പനത്തടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗണിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബോർഡുണ്ട്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പാണത്തൂരിലേക്ക് 7 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലത്തെ പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനായ റാണിപുരം, ഇവിടുന്ന് 9.5 കിലോമീറ്ററാണ് ഉള്ളത്. ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഈ ഒരു റോഡിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇനിയിപ്പോൾ അത് മൊത്തം കയറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ബസ് ഇറങ്ങി ഇവിടുന്ന് വണ്ടിയാക്കി പോകാം. അല്ലാതെ തന്നെ കാഞ്ഞങ്ങാട് ഡയറക്റ്റ് റാണിപുരം ഭാഗത്തേക്ക് ബസ് ഉണ്ട്. അത് ചില ടൈമിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ പാണത്തൂര്, സമയം 10 മണിയായി. പാണത്തൂരിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ഭാഗമണ്ഡല, മടിക്കേരി, സുള്ളിയ, ചെമ്പേരി, പാണത്തൂര്, തലക്കാവേരി. നമ്മുടെ ഡെസ്റ്റിനേഷനായ തലക്കാവേരിയിലേക്ക് 41 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. അതുപോലെ തന്നെ ഭാഗമണ്ഡല, നമുക്ക് ഭാഗമണ്ഡലയിൽ നിന്നാണ് തലക്കാവേരിയിലേക്ക് തെറ്റിപ്പോകാനുള്ളത്. അതുപോലെ തന്നെ ചെമ്പേരി, ഈ ചെമ്പേരിയാണ് ബോർഡർ വരുന്നത്. ഈ പാണത്തൂർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോർഡർ സൈഡിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണ്. 1 കിലോമീറ്ററാണ്. മടുത്തോ നവി? ഇല്ല, ഇപ്പം ചെറുതായിട്ട് ചൂട് വന്ന് തുടങ്ങുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇനി ജാക്കറ്റ് ഊരി വെച്ചോ? ഊരിയൊക്കെ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ചെറിയ മഴ ഉണ്ടായി. അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ കോട്ടൊക്കെ ഇട്ടത്. ഇടയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കോട്ട് ഇടുന്നത് ഭയങ്കര ദുഷ്കരമല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല വെയിൽ വന്നു. അതായത് ഇപ്പം അഴിച്ചങ്ങ് വെക്കാൻ വെച്ചു. പാണത്തൂർ ടൗണിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പാല. അതായത് എറണാകുളം, പൊന്നാനി, ഗുരുവായൂർ, കോഴിക്കോട്, തിരൂർ എല്ലായിടത്തേക്കും പോകുന്നുണ്ട് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ പാണത്തൂരിൽ നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് ഒരുപാട് ബസ് സർവീസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഏകദേശം ഇത്രത്തോളം എണ്ണയുണ്ട്. കാരണം ഇനിയിപ്പം ഫോറസ്റ്റ് വഴിയാകുന്ന ഏകദേശം ഒരു 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. തിരിച്ച് വരുന്ന നമുക്ക് വീട്ടിലെത്തുന്നവരെല്ലാം എണ്ണയുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമുക്കിനിയിപ്പം യാത്ര തുടരാം. നമുക്ക് പോകാനുള്ള റൂട്ട് നേരെയാണ് സുള്ളിയ, 22 കിലോമീറ്റർ. ഈ ഒരു കാണുന്ന വഴിയാണ് സുള്ളിയിലേക്ക് പോകാനുള്ളത്. കർണാടകയിലെ തന്നെ മറ്റൊരു സ്ഥലമാണ് സുള്ളിയ. ഈ ഒരു വന്ന വഴിയിൽ നിന്നൊക്കെ നമ്മളിനിപ്പോൾ കർണാടകയിലേക്ക് കയറുകയാണ്. ഇതാണ് ബോർഡർ വരുന്നത്. ഈ ഒരു ഭാഗത്ത് കാണുന്നിടത്തെല്ലാം കന്നഡ എതിരുണ്ട്, മലയാളം എതിരുണ്ട്. ആ ഒരു ഭാഗത്താണ് ചെക്ക് പോസ്റ്റൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് മുഴുവനും ഫോറസ്റ്റ് ആണ്. നമുക്കിനിയിപ്പോൾ അതിൻ്റെ നല്ല കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇതാണ് കരികെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. അവിടെ കർണാടകേൻ്റെ ബസ്സൊക്കെ ഉണ്ട്. അത് പാണത്തൂരിലേക്കൊക്കെ പോകുന്ന വണ്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് എടുത്തോ വണ്ടി എടുത്തോ. കാരണം ഇനിയിപ്പോൾ നമുക്ക് നല്ല ഫോറസ്റ്റിലേക്കൂടെ പോകുമ്പോൾ ഇല്ല, നല്ല കാഴ്ചകളൊക്കെ കാണാം. മഴക്കാരൊക്കെ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്. മഴ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. അല്ല മിക്കവാറും മടിക്കേരി, മൈസൂര് ആ ഭാഗത്തേക്കെല്ലാം പോകേണ്ട വണ്ടി തന്നെ ആയിരിക്കും. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ്. എടുത്തോ. ഇവിടെയൊക്കെ എന്താ ഇരുട്ട് നോക്കിയതാ. നമുക്ക് വല്ല ആനേനെ കാണാൻ കിട്ടുമെന്നാണ് നോക്കുന്നത്. ആന ഇറങ്ങുന്ന സ്ഥലമാണ്, പക്ഷേ ആന ഉണ്ടാവില്ല എന്തായാലും. ഈ സമയത്തൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വളഞ്ഞു പോകുന്ന റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ടറായിട്ട് ഉണ്ട്. നല്ല വളവുകളുണ്ട് കേട്ടോ. നല്ല വളവാണ്, അധികം സ്പീഡ് എടുക്കണ്ട. അതുപോലെ തന്നെ ഇതിലെ കൂടെ വലിയ ബസ് സർവീസ് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് നേരത്തെ മുന്നേ ഒരു കർണാടക RTCയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ക്യാമറ ഓൺ ചെയ്തില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ കാണാൻ പറ്റുമല്ലേ. പക്ഷെ കുറവാണ്, ബസ് കുറവാണ് ഇതിലെ കൂടെ. ഇതൊരു വാട്ടർഫാൾ ആണോ? അതെ. ഒന്ന് വണ്ടി നിർത്തിയ ഇവിടേക്ക് എന്താ നല്ല ശബ്ദം. നല്ല കിട്ടല സ്പോട്ട് തന്നെ കിട്ടി.
വേറെ വണ്ടികളൊന്നും ഇപ്പം ഈ സമയത്ത് ഇല്ല. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഇതാണ്. അങ്ങ് മുകളിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നത്. കണ്ടതാ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒഴുകി 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 നേരെ ഇതുവഴിയാണ് നേരെ ഒഴുകി പോകുന്നത്. നല്ല ശബ്ദമാണ് ഇവിടെ. അങ്ങ് താഴ്ചയിലേക്ക്. ഇവിടെ പിന്നെ പട്ടികളൊക്കെ ഉണ്ട്. വിട്ടോ വണ്ടി എടുത്തോ. ഇവിടുന്ന് പട്ടീൻ്റെ കടി വിട്ട് പോകാൻ കഴിയില്ല. വിട്ടോ. ഈ ഒരു അന്തരീക്ഷം തന്നെ മതിയായിരുന്നു അല്ലേ? മഴയില്ലാതെ ഈ ഒരു കറുത്ത ഇരുണ്ട് പിടിച്ച് നിൽക്കുന്നത് അല്ലേ? മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. പക്ഷെ മഴയത്ത് നല്ലതാ കോട്ടലിട്ട് പോകാൻ വേണ്ടി. അതെ. പിന്നെ ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വണ്ടി നിർത്തുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. തീർച്ചയായും. പിന്നെ ഹോണൊന്നും അടിക്കുന്നേ ഇല്ല. ഇങ്ങോട്ടൊക്കെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. മരം പൊട്ടി വീണതാ. ഇതിവിടെ പൊട്ടി വീണത് ക്ലിയർ ആക്കി. രാത്രിക്കെല്ലാം വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതെ. നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ പാണത്തൂർ അല്ലെങ്കിൽ നമ്മുടെ വെള്ളരിക്കുണ്ട് ഭാഗത്തുള്ളവർക്ക് മൈസൂർ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോകാൻ പറ്റിയ ഒരു മെയിൻ ഒരു വഴി കൂടിയാണ് കേട്ടോ ഇത്. പക്ഷെ കൂടുതൽ പേരും ഇരുട്ടി വഴിയൊക്കെ പോകുന്നവരുണ്ട്. ഇത് നല്ല വഴി തന്നെയാണ്. നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടെ മോശം റോഡായി ഈ ഒരു ഭാഗത്തേക്കെല്ലാം എത്തുമ്പോൾ തന്നെ. നല്ല ഗട്ടറൊക്കെ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ വളവുകളിലാണ് മെയിൻ പ്രശ്നം. അല്ല അത് പിന്നെ ഈ നമ്മുടെ ബോർഡർ ഭാഗത്തെ റോഡുകൾ ഒട്ടുമിക്കത് ഇങ്ങനെയാണ്. പിന്നെ ഇതിലേക്ക് അധികം ഒന്നും വലിയ വണ്ടി നമുക്ക് പറയാൻ പറ്റൂല. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്ന സ്ഥലമാണല്ലോ. എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും നല്ല രീതിയിലുണ്ട്. വളവിലും എല്ലായിടത്തും ഉണ്ട്. എന്റെ പൊന്നോ, എന്താ ഒരു വ്യൂ അല്ലേ? നല്ല വ്യൂ. മൊത്തം ഇരുട്ടാന്ന് കേട്ടാ. ഈ ആന മാത്രല്ല, ചിലപ്പോ എനിക്കൊന്ന് കടുവയും കൂടി ഉണ്ടാവുമായിരിക്കും. നീ പേടിപ്പിക്കാതെടാ വണ്ടിയോട്. ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കോളും. അല്ല വേറെ കാര്യമുണ്ടോ അവനും? കടുവയോ ആനയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മയൊന്നും ചെയ്യണ്ട. അല്ല അവര് ചെയ്തിട്ട് പൊക്കോളും. അതെ. നമ്മൾ ഈ ഒരു ഫോറസ്റ്റിലൂടെ കുറച്ച് വരുമ്പോൾ തന്നെ ഇവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എൻട്രി ഇതുണ്ട് കേട്ടോ. നമ്മുടെ 2 വീലേഴ്സിനൊക്കെ 20 രൂപയാണ്. നമ്മുടെ കാറിനൊക്കെ ആണെങ്കിൽ 50 രൂപയാവും. പിന്നെ അവരോട് പറഞ്ഞാൽ നല്ല വഴിയാണ്, ഒരു പ്രശ്നമില്ല, ആനയൊന്നും ഉണ്ടാവില്ല തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം റോഡ് നല്ല റോഡായി കേട്ടോ. ഇവിടെ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇതാ നല്ല കുഴപ്പമില്ലാത്ത നല്ല സ്ഥലം തന്നെയാണ്. നമ്മുടെ മോശം റോഡ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നല്ല റോഡും കൂടെ പറയണമല്ലോ. എൻ്റെ പൊന്നോ, നല്ല ഹൈറ്റിൽ തന്നെയാണ് വെള്ളം വരുന്നത്. അടിപൊളി. എന്തായാലും കൊള്ളാം. വേറെ വണ്ടിയൊന്നും വരുന്നൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളി ആയാനെ. ഈ ഒരു വഴി തന്നെയാണ് എനിക്ക് കയറി പോകേണ്ടത്. ആനിമൽ ക്രോസിംഗ്. ഒരു ബസ്. നമ്മൾ ഫോറസ്റ്റിനൊക്കെ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെത്തിരിക്കുകയാണ്. ഇനി വാഗമണ്ണിലേക്ക് ഒരു 5 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്. പിന്നെ ഈ മുന്നിലേക്ക് കാണുന്നതൊക്കെ കാപ്പിയാണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട്. നല്ല തണുപ്പല്ലേ? തണുപ്പ് വന്നു. അതുപോലെ തന്നെ നല്ല ആകാശം ഉണ്ടല്ലോ, നല്ലൊരു മഴക്കാറ് വന്നിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ തലക്കാവേരി ഭാഗത്തെത്തുമ്പോഴത്തേക്കും മഴ ചാൻസ് നമുക്ക് പറയാം. നമുക്ക് കോട്ടിട്ടാലോ? എന്നാല്
സമയം 11:45. ഭാഗമണ്ഡല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ 7 കിലോമീറ്ററാണ് നമുക്ക് തലക്കാവേരിയിലേക്കുള്ളത്. ഈ ഒരു കാണുന്ന വഴിയാണ് നേരെ മടിക്കേരിയിലേക്കുള്ളത്. 34 കിലോമീറ്റർ ഉണ്ട്. പെട്ടെന്ന് നല്ല റോഡ് തന്നെയാണ്. തലക്കാവേരിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഭാഗമണ്ഡലത്തിൽ തന്നെ ത്രിവേണി സംഗമുണ്ട്. 3 നദികൾ കൂടിച്ചേരുന്ന ഭാഗം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. അതിന് മുന്നേ തന്നെ ഇവിടെ നമ്മൾ പാർക്കിംഗ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പം ഈ ഒരു ഭാഗത്തേക്കൂടെ നടന്നു പോകാം. ഇതിൻ്റെ മുകളിലേക്കൂടെ ഒരു പാലമില്ല, അതുവഴിയാണ് നമുക്ക് നേരെ പോകേണ്ടത്. നമുക്കിപ്പം ഇതുവഴി നേരെ പോകാം. ഇവിടെ തന്നെ ശ്രീ ഭാഗന്തേശ്വര ടെമ്പിൾ ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ചെരുപ്പൊക്കെ അഴിച്ചു വെക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഇവിടെയുണ്ട്. അത്യാവശ്യം തിരക്കൊന്നുമില്ലാത്ത നല്ലൊരു സമയത്ത് തന്നെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. തിരക്കേ ഇല്ല. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ചെറിയ കടകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ സാധനമൊക്കെ വാങ്ങിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ആ ത്രിവേണി സംഗമമുള്ള ഭാഗം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ, അതായത് ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണിത്. അത്യാവശ്യത്തിന് ബസ്സൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇവിടുന്ന് എടുത്ത് പോയതേ ഉള്ളൂ. ഫുഡ് വെയർ നമുക്ക് ഇവിടെ വെക്കാം. നമ്മുടെ ചെരുപ്പ് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് 3 നദികൾ കൂടിച്ചേരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഒരു നദി ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതാ, മറ്റൊരു നദി ഇതിലൂടെ വരുന്നതാ, മറ്റൊരു നദി അതിലൂടെ വരുന്നതാ. ഈ നദികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവേരി, കന്യക, സുജ്യോതി എന്നീ 3 നദികളാണ് ഇവിടെ കൂടിച്ചേരുന്നത്. ഇവിടെ ഒരു മരമുണ്ട്. അതിൻ്റെ അവിടെ തന്നെ ഒരു മണിയൊക്കെ ഉണ്ട്. ഞങ്ങൾ 2019 വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയോ മാറി ഈ ഒരു ഭാഗമണ്ഡല ഭാഗമൊക്കെ. നല്ല വൃത്തിയാന്ന് എല്ലായിടത്തും അല്ലേ? ഒരുപാട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ പാലയിലില്ലേ, അതെല്ലാം ഇപ്പോൾ വന്നതാണ്. അന്ന് വരുന്ന സമയത്ത് ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ തലക്കാവേരിയിലേക്ക് പോവാം. ഭാഗമണ്ഡലയിൽ നിന്ന് നമ്മൾ കയറി വരുന്ന ആ ഒരു റോഡാണ് നിങ്ങൾ ആ കാണുന്നത്. ഇത് ആ ഒരു ഓട്ടോറിക്ഷയൊക്കെ വരുന്ന കണ്ടാ ഈ ഒരു വഴി. നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് നമുക്കൊരു സാധനം കിട്ടും. ഇത് നമ്മുടെ 2 വീലറിൻ്റെ ആണ്. 10 രൂപയാണ് ആയത്. അതുപോലെ തന്നെ കാറിനും ഉണ്ട്. എന്താ പറയുക, വലിയ വണ്ടിയില്ല, എല്ലാത്തിനും അവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുത്തിട്ട് വേണം ഈ ഒരു വഴി കയറി പോകാൻ. നമുക്ക് ഇനി ഒരു 3.5 കിലോമീറ്ററും കൂടെ ഡ്രൈവ് ചെയ്യാനുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ കണ്ടുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇവിടെ വണ്ടി നിർത്തിയത്. തലക്കാവേരിയിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇവിടെ എത്തിയിരിക്കുകയാണ്. നല്ല മഴയാണ്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ചെരുപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. മഴ കൂടി. ഇനിയിപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ചെരുപ്പിടാൻ പറ്റൂല. അയ്യോ, മഴ 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 പെയ്ത് പോയതിനു ശേഷം കോട ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരിക. നമുക്കിതിൻ്റെ ഒരു ടോപ്പിലേക്കൊക്കെ കയറാനുണ്ട്. നല്ല വഴുക്കലുണ്ട്, കാരണം മഴ പെയ്ത് പോയതല്ലേ ഉള്ളൂ. കാവേരി നദി ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്, ഈ ഒരു ഭാഗത്തുനിന്ന്. കോട ഇറങ്ങി വരികയാണ്. ഇവിടെ ഹിൽ ടോപ്പിലേക്ക് കയറാനുള്ളൊരു വഴിയുണ്ട്, പക്ഷെ അതിപ്പോൾ ക്ലോസ് ആണ്. ആരും കയറുന്നില്ല. അത് നമുക്ക് വലിയൊരു നഷ്ടമാണ് കേട്ടോ. കാരണം നല്ലൊരു വ്യൂ ആയിരുന്നു അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ. ഇതാണ് ആ കുളം. ഈ ഒരു കുളത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ ഒരു ഉറവയിൽ നിന്നുള്ള വെള്ളം നേരെ ഇങ്ങനെ ഇതുവഴിയാണ് പോകുന്നത്. ഒരുപാട് പൈസയൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, കോയിൻസ്. നമ്മളിപ്പോൾ ആ ഒരു വന്ന ഒന്നും തന്നെ വിസിബിൾ ആവുന്നില്ല. മുഴുവൻ കോട കയറി. നമ്മളെ വണ്ടി വെച്ച ഭാഗം ഒന്നും ക്ലിയർ ആവുന്നുണ്ടോ ചോദിച്ചാൽ 0 വിസിബിലിറ്റി. മഴ കൂടി. ഇനി ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് ആ ഹിൽ ടോപ്പിലേക്കുള്ള എൻട്രി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടത്തേക്കും കൂടെ പോയേനെ. പിന്നെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും ക്ലോസ് ചെയ്യാൻ. ഇനിയിപ്പോൾ നേരെ ഇതുവഴി തന്നെ ഇറങ്ങാം. അവിടെ കയറി നിൽക്കാം, ആ ഒരു ഗേറ്റിൻ്റെ അവിടെ. തലക്കാവേരിയിൽ ഞങ്ങൾ 2 തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. മൊത്തം കോടയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുക. ഇവിടെ തന്നെയാണ് ചെരുപ്പ് വെക്കേണ്ട സ്ഥലമൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോണ്ട വഴി എന്തെങ്കിലും ക്ലിയർ ആവുന്നുണ്ടോ? നമ്മളെ വണ്ടി അതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഇനിയിപ്പോൾ ഈ ഒരു കോട വഴി തന്നെ നമുക്ക് ഇറങ്ങിപ്പോവാം. വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ? നല്ല രീതിയിൽ മഴ തന്നെ. അല്ല, കോട്ടിട്ടോണ്ട് വിഷയമില്ല, പക്ഷെ നമുക്ക് ഈ ഫോൺ ഷൂട്ട് ചെയ്യാൻ മഴ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ ഇന്നൊരു വേറെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കുടയെടുക്കാൻ വിട്ടുപോയി. പക്ഷേ കുടയെടുക്കാൻ വിട്ടുപോയതാണ് മെയിൻ പ്രശ്നമായത്. കുഴപ്പമില്ല, എന്നാലും നമ്മൾ നല്ല രീതിയിൽ കണ്ടല്ലോ. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ.
നമ്മൾ ആ ഒരു വഴിയാണേ വന്നത്. ഒന്നും ക്ലിയർ അല്ലല്ലോ, 0 വിസിബിലിറ്റി. അതുപോലെ തന്നെ ഇനി ഈ ഒരു വഴിയാണ് പോകേണ്ടത്. ഒരു താഴോട്ട് കാണുന്നുണ്ട്, കടലാണ്, കടൽ. എൻ്റെ അപ്പോ മൺസൂൺ സമയത്ത് തന്നെയാണ് നിങ്ങൾ കൂട് ഭാഗത്തേക്ക് വരേണ്ടത്. തലക്കാവിലേക്ക് ഈ ഒരു ടൈമാണ് ബെസ്റ്റ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ വരണം. നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിൽ വരാമല്ലോ അല്ലേ നവി, അടുത്തല്ലേ? കാസർഗോഡ് ജില്ലക്കാർക്ക് കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിൽ വരാം. പിന്നെ വെച്ചാൽ നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ പോയേക്കാം. ഞങ്ങൾ നേരത്തെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ഗേറ്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം മഴയായിരുന്നു. ശ്രീ തലക്കാവേരി ടെമ്പിൾ. ഇവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് വൈകുന്നേരം 6 മണിക്ക് ശേഷം എൻട്രി ഇല്ല. പിന്നെ ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയെന്നേ ഉള്ളൂ. ഇതാണ് കാഴ്ച, കണ്ട ആ ഒരു ബസ്സിന്റെ പുറകെ പോവാം. അത് പെട്ടെന്ന് പോവും, അത് വേറെ കാര്യം. നമ്മുടെ തിരുവനന്തപുരത്ത് പൊന്മുടിയിലൊക്കെ പോകുമ്പോൾ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കോട, മഴയ്ക്ക് ശേഷമാണ് കോട നല്ല രീതിയിൽ വരുന്നത്. അതെ അതെ അതെ. നമ്മളിനിയിപ്പോ ഭാഗമണ്ഡലം വരെ ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവുക. ഇറക്കം താഴെ എത്തണം. ഭാഗമണ്ഡലം മിക്കവാറും കാലാവസ്ഥ മാറ്റം ഉണ്ടാവും. നമ്മൾ തിരിച്ചിവിടെ ഭാഗമണ്ഡലേൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരെ ഇനി പോകാനുള്ള നമ്മുടെ ആ ഫോറസ്റ്റ് റൂട്ടില്ലേ, അതാണ്. ഇവിടെ കിലോമീറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. കാസർഗോഡ് 104 കിലോമീറ്റർ, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് 74, കരിക അതായത് നമ്മുടെ ഈ ഒരു ഫോറസ്റ്റ് കഴിയുന്നൊരു ഭാഗം, അവിടത്തേക്ക് ഇനിയിപ്പോൾ 30 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഫോറസ്റ്റ് ഇറങ്ങി കഴിയാനായി. കരിക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് 2 കിലോമീറ്ററും കൂടി ഉണ്ടാവും. ഇത്ര നേരം നമ്മൾ കോട്ട് ഇട്ടിട്ടാണ് വന്നത്, അതൊക്കെ മാറ്റി വണ്ടീൻ്റെ അടിയിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഫോറസ്റ്റിൻ്റെ ഒരു പകുതി വരെ നല്ല മഴയായിരുന്നു അല്ലേ? നല്ല മഴയായിരുന്നു. തലക്കാവേരി ഭാഗമണ്ഡലം നല്ല മഴ. പിന്നെ വരുന്ന വഴിക്കും നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ കാലാവസ്ഥ അടിപൊളി മാറി, നല്ല ചൂട്, നല്ല വെയിലും. ഇതാ കർണാടകയിലെ കുടക് അല്ലെങ്കിൽ കൂർഗ് ജില്ലയിലാണ് തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത്. തലക്കാവേരി ഇവിടെ നിന്നാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട കാവേരി നദി ഉത്ഭവിക്കുന്നത്. അപ്പം സമുദ്രനിരപ്പിൽ നിന്ന് 1276 മീറ്റർ ഉയരത്തിലാണ് തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് കാവേരി നദി ഉത്ഭവിച്ച് ഇതെന്താ പറയുക 42% ഒഴുകുന്നത് കർണാടകയിലൂടെയാണ്, ബാക്കി തമിഴ്നാടും. അപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ നിങ്ങൾ നമ്മുടെ കാവേരി നദി പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് തലക്കാവേരി നിന്നാണ് ഉത്ഭവിച്ച് പോകുന്നത്. പിന്നീട് നമ്മൾ മൈസൂർ, ശ്രീരംഗപട്ടണം, അവിടുന്ന് കാവേരി, പിന്നെ നമ്മുടെ ബംഗളൂരു നഗരത്തിൻ്റെ മെയിൻ വെള്ളമൊക്കെ എന്താ പറയുക നമ്മുടെ കാവേരി നദിയിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ റോഡിലെത്തിയാൽ നിങ്ങൾ കാവേരി നദി കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ തിരുച്ചിറപ്പള്ളി, ശ്രീരംഗം, അവിടെ നമ്മുടെ കാവേരി നദി കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് സ്ഥലം മയിലാടുംതുറ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ തഞ്ചാവൂർ, നമ്മുടെ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൂടെയൊക്കെ നമ്മുടെ കാവേരി നദി ഒഴുകുന്നുണ്ട്. കാരണം ഈ 2 സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ കൃഷിക്ക് വേണ്ടി ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഈ ഒരു നദിയാണ്. കൂടെ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, തമിഴ്നാടും കർണാടകയും വെള്ളത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന തർക്കമുണ്ട്. അത് ഈ പറയുന്ന കാവേരി നദീനെ ചൊല്ലിയിട്ടാണ്. അതിൻ്റെയൊക്കെ കേസ് സുപ്രീം കോടതിയും ഭാഗമായിട്ട് കിടക്കുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മളിന്ന് കണ്ട കാവേരി നദീൻ്റെ മെയിൻ ഒരു കാര്യം ഇതാണ്. 765 കിലോമീറ്ററാണ് ഈ നദി ആകെ ഒഴുകുന്ന ഒരു കിലോമീറ്റർ വരുന്നത്. പിന്നെ ഇത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്താനായി. നമ്മുടെ കർണാടക കേരള ബോർഡറിൻ്റെ ഭാഗം. കർണാടക എന്നെല്ലാം നമ്മൾ വിട പറഞ്ഞതാ കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. വെൽക്കം ടു കേരള സ്റ്റേറ്റ്. പാണത്തൂരെത്തി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ കോളിച്ചാൽ എന്ന് പറഞ്ഞൊരു ടൗണിലെത്തിയിരിക്കുകയാണ്. ടൗണൊക്കെ വരുന്നത് അങ്ങ് അവിടെയാണ്. ഇത് നേരെ ബന്തെടുക്കയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. നല്ല അടിപൊളി വഴിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വെള്ളരിക്കുണ്ടായാലും പാണത്തൂരായാലും പനത്തടി ഭാഗത്തെത്തുമ്പോഴായാലും നമ്മളവിടെ എത്തിയതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മുമ്പൊക്കെ ആണെങ്കിൽ അതൊരു 3-4 വർഷം മുന്നേ വരെ നമ്മൾ റൈഡ് ചെയ്യുമ്പം ആക്ഷൻ ക്യാമറ നമ്മുടെ ഗോപ്രോ ഒക്കെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലൊരു നിയമം വന്നല്ലോ, അപ്പോൾ ആ നിയമത്തെ അനുസരിക്കുക അല്ലാതെ വേറൊരു
രക്ഷയില്ലല്ലോ. അതായത് ഇതിനു മുന്നാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ നമുക്ക് പറ്റൂല. കാരണം നമുക്ക് ഓരോ നാട്ടിൽ ഓരോ നിയമം വന്നാലും നമ്മൾ അനുസരിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ക്യാപ്ചേഴ്സ് അങ്ങനെ വന്നത്. അപ്പൊ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തലക്കാവേരി പോയ സമയത്ത് നല്ല മഴയായിരുന്നു. മഴ സമയത്ത് ഷൂട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടും. പിന്നെ തലക്കാവേരിന്റെ കാര്യം എടുത്തു പറയണം. തമിഴ്നാട്ടുകാരും എന്താ പറയുക കർണാടകക്കാരും ഒരു പവിത്രമായിട്ടാണ് ആ നദീനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്തോ കാവേരി തായ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം നല്ലൊരു അനുഭവമാണ് ഇന്ന് പറഞ്ഞാൽ നമ്മുടെ മൺസൂൺ സമയത്ത് തലക്കാവേരി പോയത്. നിങ്ങൾ ആരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് തലക്കാവേരി, അതായത് കാവേരി നദി കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം തലക്കാവേരി അതിന്റെ ഉത്ഭവസ്ഥാനം എന്ന് വന്ന പോയാൽ കാണുക. മഴക്കാലത്ത് വരുവാണെങ്കിൽ അത്രയും നല്ലത്. ആ ഒരു കോടയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഈ കൊടക് എന്ന് പറയുന്നത് കർണാടകയിലത്തെ മനോഹരമായ ഒരു ജില്ല കൂടിയാണ് കേട്ടോ. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് ടൂറിസ്റ്റ് സെന്ററുകളൊക്കെ ഉണ്ട് നമ്മുടെ കൊടകിൽ. തീർച്ചയായും. അപ്പൊ എന്താ പറയാ, ഈ ഒരു ചെറിയൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ വീഡിയോ ബൈ.